ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്നൊരു ഇയറിങ്സ് മേക്കിംഗ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ പോയാലോ. അപ്പോൾ നമ്മൾ സൺക്ക് എടുത്തു. നമ്മളിന്നൊരു എസ്റ്റിക് ആയിട്ടുള്ളൊരു കമ്മൽ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ കമ്മലുണ്ടാക്കാം. നമ്മൾ പശ തേച്ചു. ഞാൻ എടുക്കുന്നത് ഈ ഒരു ബീഡ്സാണ്. ഇതൊക്കെ നോർമൽ എടുത്തു. എന്താ പൊട്ടിച്ചിട്ടുണ്ട്. ഇതാ ഈ സ്റ്റോൺ എടുക്കതാ. സിമ്പിളായിട്ടുള്ള സ്റ്റോണാണ്. നമുക്ക് കളറില്ല, ഒരു ലൈറ്റ് കളറാണ്. അത് കളർ പറയാൻ പറ്റില്ല, അതിന് കളറില്ലാത്തൊരു കളറാണ് കേട്ടോ. കുറച്ച് നേരം വേണ്ടിയിട്ട് അതാ ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ അപ്പുറത്തുനിന്ന് വരും നടക്കുന്നതിനാവും കേട്ടോ. ഇതിൽ തൂക്ക് പിടിപ്പിക്കാണ്ട്, പക്ഷെ തൂക്കിൻ്റെ സാധനം വാങ്ങിയിട്ടില്ല. അവിടെ സ്റ്റോക്ക് തീർന്നു. ഇന്ന് സ്റ്റോക്ക് വരുന്നതാണ് പറഞ്ഞത്. അപ്പം ഞാൻ ഇന്ന് അവിടുന്ന് തൂക്ക് മേടിക്കും. ഇപ്പം നമ്മളിങ്ങനെ ഓരോ സ്റ്റോൺസായിട്ട് ഇങ്ങനെ പിടിപ്പിച്ച് വരികയാണ്. ശ്രദ്ധിച്ച് ചെയ്യില്ലെങ്കിൽ പശ നാശമായി പോകാൻ ചാൻസ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇത് അത്രയ്ക്കും ഇതാ B17 ആണ്. അത്രയ്ക്കും ഉറപ്പില്ലാത്തൊരു പശയാട്ടത്. B18 ആണ് നല്ല ഉറപ്പായിരിക്കും. ഇത് വാങ്ങണമെന്നായിരുന്നു ഞാൻ പറഞ്ഞ, പക്ഷേ അത് വാങ്ങിയില്ല. അവിടെ അതില്ല. ഞങ്ങളിവിടെ എല്ലാം മേടിക്കുന്നൊരു ഷോപ്പുണ്ട്, അവിടെ അതില്ല. അത് കാരണം ഞങ്ങൾ അത് മേടിച്ചില്ല. നമ്മളിതിലോട്ട് തിരിച്ച് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം. ഞാൻ ഒരു സിമ്പിൾ ഒരു സൺഫ്ലവർ ഇയറിങ്സ് ആണ്. ഞാൻ പിൻട്രസ്റ്റിൽ നോക്കിയപ്പം അങ്ങനെ കണ്ട് സൺഫ്ലവർ ഇയറിങ്സ്. അപ്പോൾ ഞാൻ സൺഫ്ലവർ ഇയറിങ്സ് യൂട്യൂബിൽ അടിച്ച് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ അതാണ് ചെയ്യുന്നത്. ആർക്കും കൂടുതൽ ഇഷ്ടപ്പെടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഇതിലാകെ ചൈനയിൽ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. ചൈന കമ്മൽസ് ഫാൻസിൽ കുറച്ച് കുറവാണ്. അപ്പം ഇത് ചൈനയിൽ മാത്രം ഇടുന്ന അങ്ങനത്തെ ഒരു കമ്മലാണ്. ആ കറക്റ്റ് സ്റ്റോൺ എൻ്റെ ഉള്ളത് കൊണ്ട് ഞാനത് ഉണ്ടാക്കിയതാണ്. ഇതാ ഇനി നമുക്ക് എന്ത് ചെയ്യണം, നല്ല ഉണങ്ങാൻ വെക്കണം. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ബാക്കി വരുന്ന വീഡിയോസ് നാളെ വരും. അപ്പോൾ എല്ലാവരും പോകുന്നതിന് മുമ്പ് ലൈക്ക്,
ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണേ എനിക്ക്. ഇനി അടുത്ത് ഏത് കമ്മൽ ഉണ്ടാക്കണമെന്ന് നിങ്ങൾ പറയുന്ന രീതിയിൽ ഞാൻ കമ്മൽ ഉണ്ടാക്കും. അപ്പോൾ ഇന്നത്തെ കമ്മലിലായി. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.